ഇടതുപക്ഷ നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, കണ്ണൂരിൽ പങ്കുവച്ച അതേ ആശങ്ക തൃശൂർ ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ CPM പങ്കുവെക്കുകയാണ്. അതായത് BJPയെ സൂക്ഷിക്കണം, BJPയുടെയും RSSന്റെയും ഇടപെടലുകളും അവിടെ ഉണ്ടാകുന്ന വളർച്ചയും സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നാണ് പ്രവർത്തകരോട് CPM ആഹ്വാനം ചെയ്യുന്നത്. BJPയെ യഥാർത്ഥത്തിൽ BJPയുടെ വളർച്ചയിൽ പേടിയുണ്ടോ CPMന്? CPMന് പേടിയില്ല. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ കാര്യമായ രീതിയിൽ കേരളത്തിൽ ഫൈറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം CPM ആണ്. CPMന്റെ പ്രഖ്യാപിത നിലപാട് തന്നെ RSSന്റെയും BJPയുടെ വളർച്ചയെ തടയുക എന്നുള്ളതാണ്. സ്വാഭാവികമാണ്. കാരണം സെക്കുലറിസത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്കും ഈ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് യോജിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് വലിയ പുതുമയൊന്നുമില്ല. പിന്നെ ഗോവിന്ദ മാഷ് നിങ്ങൾ പറഞ്ഞ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിനോട് പറഞ്ഞെന്ന് പറയുന്നതിന്റെ റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ അതൊന്നും ആധികാരികത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിൽ വലിയ അതിശയം വരും. ഇപ്പൊ ചേലക്കര നിയോജകമണ്ഡലത്തിൽ അവർക്ക് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സി രാധാകൃഷ്ണൻ പ്രദീപ് മത്സരിച്ചെടുത്ത് അവിടെ BJPയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു 10,000-ലേറെ വോട്ട് വർധന ഉണ്ടായിട്ടുണ്ടെന്നുള്ള വസ്തുതയായ കാര്യം. അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും BJPയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ആദ്യത്തെ ഒരു സംഭവമൊന്നുമില്ല. ഇതിനു മുമ്പ് ഇതുപോലത്തെ താക്കീതുകൾ പാർട്ടിക്ക് പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കണം, ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വേരൂന്നാനുള്ള അവസരം കൊടുക്കരുതെന്ന് ഗോവിന്ദ മാഷ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ എനിക്കത് ഉറപ്പില്ല. പറഞ്ഞുവെങ്കിൽ അതിനകത്ത് വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായി അടുത്ത് CPM നേതൃത്വം അണികൾക്ക് കൊടുക്കുന്ന സന്ദേശങ്ങളിലൊന്നും അതങ്ങനെ തന്നെ അത് അനുസരിക്കാനും ബാധ്യസ്ഥരാണെങ്കിൽ നമ്മളെ ജനാധിപത്യ കേരളത്തിൽ ഇത്തരം വർഗീയ ശക്തികൾക്ക് വളരാനുള്ള അവസരങ്ങൾ ഉണ്ടായി കൊടുക്കാവുന്നത് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. കോൺഗ്രസ് BJPയുമായിട്ട് ചേർന്നുകൊണ്ട് രഹസ്യമായിട്ട് പരസ്യമായിട്ട് സഖ്യം ഉണ്ടാക്കി മത്സരിച്ച് അവർക്ക് വർഗീയപരമായ രീതിയിലുള്ള ഭിന്നിപ്പുണ്ടാക്കി നേട്ടം കൊയ്യാനുള്ള അവസരങ്ങൾ കോൺഗ്രസ് പലതവണയും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു കാരണവശാലും CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. അങ്ങനെ എവിടെയെങ്കിലും BJPയുടെ വോട്ട് ഷെയർ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധയോടുകൂടി തന്നെ കാണണം എന്നതിനകത്ത് പുതുമയൊന്നുമില്ല. അത് വലിയ അതിശയോക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ റെജി ലൂക്കോസ്, ഇത് നിസ്സാരമായി CPM കരുതുന്നില്ല. അങ്ങ് ഇത് വളരെ ലഘൂകരിച്ച് പറയുന്നു എങ്കിൽ കൂടി നോക്കൂ, 2021 ചേലക്കര മാത്രം എടുക്കുകയാണെങ്കിൽ 2021 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ NDA സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് 24,045 വോട്ടുകൾ മാത്രമാണ്. പക്ഷേ ഇത്തവണ ചേലക്കരയിൽ K ബാലകൃഷ്ണൻ നേടിയത് 31,663 വോട്ടാണ്. അതായത് വലിയ വ്യത്യാസം, 10,000-ലധികം വോട്ടുകളുടെ വ്യത്യാസം ഈ 4 വർഷം കൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറയും, 3 വർഷം കൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമാണോ ചേലക്കര പോലുള്ള ഒരു മണ്ഡലം പരിഗണിക്കുമ്പോൾ? അല്ല, തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. സംശയമില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, 10,000 വോട്ടോളം അവരുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചത്? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ടോ? അതോ കോൺഗ്രസിന്റെ വോട്ട് അങ്ങോട്ട് ചോർന്നു പോയതാണോ? തൃശ്ശൂരെ പോലെ ഏതാണ്ട് 86,000 വോട്ട് കോൺഗ്രസിന്റെ BJPക്ക് അനുകൂലമായിട്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് ചോർന്നു പോയി. കഴിഞ്ഞ 2019 86,000 വോട്ടിന് കുറവ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ച് 3ാം സ്ഥാനത്തേക്ക് പോയി. അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഇപ്പൊ സ്വാഭാവികമായിട്ട് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള മുഖ്യ കാരണങ്ങൾ അല്ലെങ്കിൽ 19,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടാനുള്ള കാരണങ്ങളിലൊന്ന് അവിടെ വടകരയും പാലക്കാടും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു BJP എന്നുള്ള ഒരു ആരോപണത്തിന് ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള വോട്ട് ഷെയർ ആണ് അവിടെ കോൺഗ്രസിന് കിട്ടിയത്. അവിടെ 10,000 വോട്ട് BJPയുടെ കാണാനില്ല. 10,000 അത് ഏറ്റവും കൂടുതൽ അവരുടെ കുത്തക സ്ഥലമായ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചോർന്നു പോയിരിക്കുന്നത്. അപ്പൊ ആ വോട്ട് പോയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്. അപ്പൊ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് പാർട്ടി നേരത്തെ ആരോപിച്ചതാണ് കേരളത്തിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് BJPയും കോൺഗ്രസും തമ്മിലുണ്ടെന്നുള്ളത്. അത് പ്രത്യക്ഷത്തിൽ തന്നെ വോട്ടിന്റെ എണ്ണത്തിന്റെ വ്യത്യാസം കഴിയുമ്പോൾ നമുക്ക് ബോധ്യമായ കാര്യം. ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ BJPയുടെ വളർച്ചയെ ആ ഒരു 4 ചുവരിൽ ഒതുക്കിയിടാൻ കഴിയുമോ? കാരണം കണ്ണൂരിലെ ഉരുക്കുകോട്ടകളിൽ അതുപോലെ വിപ്ലവ ഭൂമികളിൽ BJP കടന്നു കയറുന്നത് വലിയ ആശങ്കയോടെ കണ്ണൂർ ജില്ലാ സമ്മേളനം നിരീക്ഷിക്കുകയുണ്ടായി. MV ജയരാജൻ തന്നെ ഇത് പുറത്തു വന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഞങ്ങൾക്ക് സംഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ട്, രാഷ്ട്രീയമായ ചില വെല്ലുവിളികൾ നേരിടുകയാണ്, ഇവിടെ വലിയ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരുപക്ഷെ CPM എത്തും എന്നുള്ള രീതിയിലടക്കം MV ജയരാജൻ സംസാരിക്കുകയാണ്. കയ്യൂരിലും
കരിവള്ളൂരിലുമൊക്കെ സാക്ഷാൽ പിണറായിയുടെ മണ്ഡലത്തിൽ പോലും അവിടുത്തെ വോട്ട് ആ ബൂത്തിൽ പോലും ഇരട്ടി വോട്ടുകൾ വീഴുന്ന ഒരു സാഹചര്യം, 3 ഇരട്ടിയിലധികം വോട്ടുകളൊക്കെ വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ BJPയുടെ വളർച്ച എന്ന് പറയുന്നത് കണ്ടില്ലെന്ന് നടിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ CPM-ന്? ഇല്ല, അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. BJPക്ക് വരുന്ന വോട്ടിന്റെ വർധനവ് ഗൗരവമായിട്ട് തന്നെയാണ് CPM കാണുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അവിടെ കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിൽ ഈ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നൊരു സംശയമുണ്ട്. അതങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. അതിപ്പോ കണ്ണൂരെ സംബന്ധിച്ചോളം നിങ്ങൾ പറയുന്ന നിരീക്ഷണം വളരെ കൃത്യമാണ്. അവിടെ പലയിടത്തും BJPയുടെ വോട്ട് ഷെയർ കൂടി, കോൺഗ്രസിന്റെ വോട്ട് ചോർന്നുപോയി അവർ ജയിച്ചെങ്കിൽ പോലും. അപ്പൊ അതുകൊണ്ട് കേരളത്തിനെ പോലൊരു സെക്യുലർ സംസ്ഥാനത്ത് BJP RSSനെ പോലുള്ള പ്രസ്ഥാനങ്ങൾ വേരൂന്നുക എന്ന് പറഞ്ഞാൽ അപകടകരമാണ്. അത് കേരളത്തിൽ ഇതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന ഒരു അനാലിസിസിൽ പറയുന്നത് ന്യൂനപക്ഷത്തോട് വളരെ വലിയ കരുതൽ ലെഫ്റ്റ് കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് CPM എടുത്തത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വോട്ട് ചോർച്ചയ്ക്ക് ഇടയാക്കി, ഹൈന്ദവ വോട്ടുകളുടെ വിള്ളൽ വീഴ്ത്താൻ ഇടയാക്കിയത് ഇത്തരത്തിലൊരു ന്യൂനപക്ഷ പ്രീണനമാണ്. പ്രത്യേകിച്ച് ഒരു മുസ്ലിം മതവിഭാഗത്തെ മാത്രം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് CPM മാറി എന്നുള്ള ആരോപണം നിലനിൽക്കവെയാണ് ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി LDFന് ഉണ്ടാകുന്നത്. അതിന് സമാനം അത് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ തന്നെ MV ഗോവിന്ദനിൽ നിന്നും ചില പരാമർശങ്ങൾ ഉണ്ടാകുകയാണ്. സനാതനധർമ്മം എന്നാൽ അശ്ലീലമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ CPM-ന്റെ അനുഭാവികളിൽ വളരെ കൃത്യമായ ഹിന്ദുമത വിശ്വാസികളുമുണ്ട്. അവരൊക്കെ ഇത് കാണുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഈ പാർട്ടിയെ ഹൈന്ദവ വിഭാഗത്തിൽ നിന്നും വളരെ കൃത്യമായി അകറ്റുകയും ആ വോട്ടുകൾ BJPയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം കാണാതെ പോകരുതല്ലോ CPM. മനസ്സിലാക്കേണ്ട വസ്തുത, ഇത്തരം ആരോപണങ്ങൾ കാലങ്ങളായിട്ട് CPM നേരിടുന്നതാണ്. കാരണം CPM സെക്യുലറിസത്തിനോട് നിൽക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് ന്യൂനപക്ഷ പ്രകടനമാണ് CPM-ന്റെ കൈവന്നൽ എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തില് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള അല്ലെങ്കിൽ SDPയെ പോലെയുള്ള വിഘടനവാദ പ്രസ്ഥാനങ്ങള് അവർ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടി പാലക്കാട് തെരഞ്ഞെടുപ്പിനും ചേലക്കര തെരഞ്ഞെടുപ്പിനും എടുത്തൊരു പാർട്ടിയാണ് CPM. അപ്പൊ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആരോപണം ഇവിടെ ഉന്നയിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് അതൊന്നുമില്ല, അതൊക്കെ CPM-നെതിരെ കാലങ്ങളായിട്ട് ചാർത്തപ്പെടുന്ന